ഹൈക്കോടതി ഉത്തരവിനെതിരെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് നൽകിയ അപ്പീൽ സുപ്രീം കോടതി തള്ളി. തിരിച്ചുപിടിക്കാനുള്ള പണം സംബന്ധിച്ച് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകണമെന്ന ഉത്തരവ് ചോദ്യം ചെയ്തായിരുന്നു അപ്പീൽ. ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകാൻ ദേവസ്വം ബോർഡ് നാണിക്കുന്നത് എന്തിനാണ് എന്ന് സുപ്രീം കോടതി ചോദിച്ചു. വിവിധ വകുപ്പുകളിൽ ലഭിക്കാനുള്ള കുടിശ്ശിക ഉൾപ്പെടെയുള്ള തുക സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാനായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. സജു തോമസ് വീണ്ടും. സജു, ഇതെന്താണ് കേസ്? അജംസ്, ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡിന് ലേലം അതോടൊപ്പം തന്നെ അത്തരത്തിൽ ദേവസ്വം ബോർഡ് ലഭിക്കേണ്ട ധാരാളം പണമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് 6 മാസം കൂടുമ്പോൾ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. ഈ ഉത്തരവിനെതിരെയാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ അപ്പീലാണ് ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. അതായത് വിവിധ വകകളിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിന് ലഭിക്കാനുള്ള പണം സംബന്ധിച്ച് തുക സംബന്ധിച്ച് കൃത്യമായി ഓരോ 6 മാസം കൂടുമ്പോഴും ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ എന്തിനാണ് നാണിക്കുന്നത് എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. തിരിച്ചു പിടിക്കാനുള്ള പണം സംബന്ധിച്ച് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകണമെന്ന ഉത്തരവ് ചോദ്യം ചെയ്തായിരുന്നു അപ്പീൽ നൽകിയത്. ഈ അപ്പീലാണ് ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. എന്തിനാണ് ദേവസ്വം ബോർഡിന് അത്തരം ഒരു നാണക്കേടിന്റെ ആവശ്യമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഇപ്പോൾ തിരിച്ചിലുണ്ടായിരിക്കുകയാണ്. 6 മാസം കൂടുമ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന കാര്യം ഇപ്പോൾ സുപ്രീം കോടതി തന്നെ വീണ്ടും ആവർത്തിക്കുകയാണിത്. ഹൈക്കോടതിയിൽ തന്നെ തീർപ്പ് കൽപ്പിക്കണമെന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി.